നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിത് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാമെന്ന് ഒന്ന് മനസ്സിലാക്കാൻ. നിങ്ങളുടെ വ്യക്തി എങ്ങനെയുള്ള ആളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും, പുതിയതായിട്ട് വന്നിട്ടുള്ള വ്യക്തിയായാണെങ്കിലും, പുതിയതായിട്ട് വിവാഹം കഴിച്ചവരാണെങ്കിലും, പണ്ടേ കുറച്ച് വർഷം പഴക്കമുള്ള ബന്ധമാണെങ്കിലും, ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഈ വ്യക്തിയെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് ഓറക്കൽ മെസ്സേജ് തുടങ്ങാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അപ്പൊ 3 കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്ന നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാകാം എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാല് പഴയ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, പഴയ വിഘ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പുതിയതായിട്ടുള്ള ഒരു തുടക്കം നിങ്ങൾക്കാകാമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷന് ശ്രദ്ധിക്കണം. ഇൻറ്റ്യൂഷൻ എന്താണ് നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് തോന്നലുകൾ വരുന്നത് അത് ദൈവമായിട്ട് തോന്നിപ്പിക്കുക എന്നത് റെഡ് ഫ്ലാഗ്സ് ആണ്. നല്ലതാണെങ്കിലും ചെയ്ത് ഒരാളെ കാണുമ്പോൾ ഇയാൾ നല്ലതാണെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അത് ഇൻറ്റ്യൂഷൻ ആണ്, നിങ്ങൾ ആക്കിയെടുക്കുന്നതല്ല. മനസ്സിലായി? നിങ്ങൾ ചില സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ഒരാളുടെ രൂപം കാണുമ്പോൾ അയാളെ ഇഷ്ടമായി, പക്ഷെ അയാളുടെ സ്വഭാവം കാണുമ്പോഴും അത് നമ്മളോട് പെരുമാറുന്നത് കൊള്ളൂല, ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് അയാളുടെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല, അയാൾ മറ്റുള്ളവരോട് പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇയാളെ ശാരീരികമായിട്ടുള്ള ഇയാളുടെ ലുക്ക് നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ മറ്റതെല്ലാം അവഗണിക്കുകയാണ്. അത് പാടില്ല. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്, റെഡ് ഫ്ലാഗ്സ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണണം, അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതിനെ അവഗണിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ളത്, നിങ്ങളുടെ കൂടെയുള്ള ആള് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. ആ വ്യക്തിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കാമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി ചിലര് ആദ്യമൊക്കെ റിലേഷൻഷിപ്പിലാവുമ്പോൾ ഭയങ്കര സെൽഫിഷ് ആയിട്ട് പെരുമാറും. കാരണം അവര് അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് പെരുമാറേണ്ടത്. വെച്ചാൽ നമ്മള് സ്നേഹം അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത്, ചിലര് മുതലെടുക്കും കേട്ടോ. അതുകൊണ്ടാണ് റെഡ് ഫ്ലാഗ് സിക്സ് സെൻസ് വർക്ക് ചെയ്യണം എന്ന് പറയുന്നത്, ഇൻറ്റ്യൂഷൻ. അതല്ല, ചിലർ അങ്ങനെയല്ല. ചിലർക്ക് അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ ഒറ്റ മകനായിട്ട് അല്ലെങ്കിൽ ഒറ്റ മകളായിട്ട് ജീവിച്ചവർക്ക് ഷെയർ ചെയ്യാൻ അറിയില്ല. അവര് നിങ്ങളോട് നിങ്ങൾ കഴിച്ചോന്ന് പോലും ചോദിക്കാതെ ഉള്ള ഫുഡ് മുഴുവൻ ചിലരെ എടുത്ത് കഴിക്കും. അതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ്, മനഃപൂർവ്വമല്ല. അപ്പൊ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പെരുമാറി നമ്മൾ കാണിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്നൊക്കെ. അതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ചിലര് അബദ്ധം കാണിക്കുന്നുണ്ട്, അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളവര് എന്നാണ് പറയുന്നത്. ചിലര് ഭയങ്കര കള്ളത്തരമുള്ളവരാണ്, അവര് നിങ്ങളെ മുതലെടുക്കാൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കണം. റെഡ് ഫ്ലാഗ്സ് കാണണമെന്നാണ് പറഞ്ഞത് ഭഗവാൻ. അപ്പോ അടുത്ത ചോദ്യം, നിങ്ങളുടെ പേഴ്സൺ അവര് ബേസിക്കലി അവര് ശരിക്കും എന്താണ് അവരുടെ സ്വഭാവം? ചെറുത്താൻ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാല് ഇവര് പണ്ട് ഇവരുടെ സ്വഭാവം ഭയങ്കര ഉഴപ്പായിരുന്നു. ഇത് ഭയങ്കരമായ ഉഴപ്പ് സ്വഭാവം ഉണ്ടായിരുന്ന, പല ബന്ധങ്ങൾ ഉണ്ടായിരുന്ന, ഭയങ്കര സെൽഫിഷ് ആയിരുന്ന, മറ്റുള്ളവരെ കുഴിയിൽ ചാടിച്ചിരുന്ന, മറ്റുള്ളവരുടെ വേദനകൾ മൈൻഡ് ചെയ്യാതിരുന്ന, സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ യൂസ് ചെയ്തിരുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പായിരിക്കാം. ഈ വ്യക്തിയുടെ പാസ്റ്റ് ഭയങ്കര ക്രൂവൽ ആണെന്നാണ് പറയുന്നത്. ചെകുത്താനായിരുന്നു. ചെകുത്താൻ ഇപ്പൊ റിവേഴ്സ് ആണ് ആ കാർഡ് വന്നിരിക്കുന്നത്. അപ്പോ ഈ വ്യക്തി ഇപ്പൊ സ്വഭാവം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്വഭാവം കൺട്രോളിൽ വെക്കാൻ ഈ വ്യക്തിക്ക് മനസ്സിലായി. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. ഈ സ്വഭാവം കൺട്രോളിൽ വെക്കാനായിട്ട് ഈ വ്യക്തി പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തി കൺട്രോളിൽ വെക്കാനായിട്ട് മനസ്സിലായി. ചിലപ്പോൾ സ്പിരിച്വൽ അല്ലെങ്കിൽ റിലേഷൻ
സോറി ദൈവവിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ടാവാം, അറിയില്ല, മാനസാന്തരം വന്നിട്ടുണ്ടാവാം. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ ജഡ്ജ്മെന്റ്, ഈ വ്യക്തിക്ക് പണി കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 6 ഓഫ് അത് തന്നെ. അപ്പോ ഈ വ്യക്തി ഈ സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് മുമ്പോട്ട് പോകാനായിട്ട് ഉള്ള ഒരു അതിന് പ്രേരിതമായിട്ടുള്ള വലിയൊരു ഭീകരമായ ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോ നല്ല നടപ്പില് കാണുന്നത് നിങ്ങള്. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല ഈ വ്യക്തി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടെ സ്കോർപിയോ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ആ പഴയ സിറ്റുവേഷനിൽ നിന്ന് ഈ വ്യക്തി കുറച്ചും കൂടെ സ്പിരിച്വൽ ആയി, കുറച്ചും കൂടെ അറിവ് നേടി, കുറച്ചും കൂടെ വിസ്ഡം എന്ന് പറഞ്ഞാല് ജ്ഞാനം കിട്ടുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനെ കുറിച്ചുള്ള അതിന്റെ ഭവിഷ്യത്തുകളും എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയതെന്ന് മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെന്താണ് നിങ്ങളിൽ നിന്ന് ഇപ്പൊ മറയ്ക്കുന്നത്? ഇപ്പൊ നിങ്ങളിൽ നിന്ന് എന്താണ് മറയ്ക്കുന്നത്? ഇവർക്ക് ഈ ഒരു അനുഭവം, ഇവർക്ക് ഭീകരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ചിലപ്പോ ഇവര് കാരണം ആരെങ്കിലും ആപത്തിൽ പെടുകയോ, ഇവരുടെ പേരിൽ കേസ് ഉണ്ടാവുകയോ, ഒരു ജയിൽവാസം അനുഭവിക്കുകയോ, അല്ലെങ്കിൽ ഇവര് ഭീകരമായ എന്തോ ഒരു അവസ്ഥ ആർക്കോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിയരുതെന്ന് ഇവർക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇവരുടെ പാസ്റ്റ് നിങ്ങൾ അറിയരുതെന്ന് ഇവരെ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിൽ നിന്ന് ഇവര് മറയ്ക്കാൻ നോക്കുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ട് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് ഇവിടെ വരുന്നത്. അത് നിങ്ങൾ അറിയരുത് എന്ന് ഇവര് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും അത് അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ 3 ഓഫ് വാൻഡ്സ് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ടൊരു ഭാവി ഈ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞാല് ഇപ്പോ ചില സമയത്ത് എന്താ പറ്റുക, എത്ര അധികം സ്നേഹിച്ചാലും ഒരു വ്യക്തിയുടെ പാസ്റ്റ് അറിയുമ്പോൾ ചിലവര് ഉപയോഗിച്ചിട്ട് പോകും. അയ്യോ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചില വഴിവിട്ട ജോലി അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ അബദ്ധത്തിൽ ചിലപ്പോൾ വല്ലവരും കൊണ്ടുപോയി ചാടിക്കുന്നതായിരിക്കാം. പിന്നെ അതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല ചില തരം ജോലികള്. അപ്പോ ചിലര് പക്ഷെ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം. എന്തായാലും ഈ വ്യക്തി ആരെങ്കിലും കൊണ്ടുപോയി ഈ ഒരു പ്രശ്നത്തിൽ ഇട്ട ഒരാളായിരിക്കാം. അപ്പോ ഇപ്പൊ മാനസാന്തരം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങള് ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുമെന്ന് ഈ വ്യക്തിക്ക് പേടിയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യായിരിക്കും. നിങ്ങൾക്ക് അത്ര സ്ട്രെങ്ത് ഇല്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾ ഒരിക്കലും ഇത് അറിയരുതെന്ന് വിചാരിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി. നിങ്ങളുമായിട്ടൊരു ഭാവി റിലേഷൻഷിപ്പ് വേണം, ഇത് ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്ന് വ്യക്തി വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവരെ വിശ്വസിക്കാം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഇത് പറയുന്നുണ്ട് ഇവിടെ. അപ്പോ ഇവര് റിസെന്റ്മെന്റ് എന്ന് വെച്ചാല് നമ്മളെ ചില സമയത്ത് എന്ത് വരുന്നത്, നമ്മള് എപ്പോഴും നമ്മളുടെ പിക്ക് യുവർ ഫൈറ്റ്സ് എന്ന് പറയുന്നത് വെച്ചാല് നമ്മളുടെ വഴക്കുകള്, നമ്മളുടെ കൺഫ്രണ്ടേഷൻ, നമ്മളുടെ ആർഗ്യുമെന്റ്സ്, വാഗ്വാദങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സ് അവര് ചെറിയ കാര്യത്തിന് എന്തെങ്കിലും നമ്മൾ വഴക്കിട്ട് അത് വലിയ ഭീകരമായ ആ ബന്ധങ്ങൾ അറ്റുപോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലർ അങ്ങനെയല്ല, ചിലര് വിജയിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. യുക്തി നോക്കാതെ, അവിടുത്തെ സിറ്റുവേഷൻ നോക്കാതെ, ആരാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാതെ ഫൈറ്റ് ചെയ്യുന്നവരുണ്ട്. അവിടെ ബന്ധങ്ങൾ പോകും. നിങ്ങൾ വിജയിക്കുമായിരിക്കും, പക്ഷെ ആ ബന്ധം പോകും. മനസ്സിലായി? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണിത്. അപ്പൊ നിങ്ങളുമായിട്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പൊ നിങ്ങളെ എന്താണോ കാണിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് എല്ലാം ഈ വ്യക്തി ഉപേക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പൊ ആരും ഇല്ല സത്യം പറഞ്ഞ ഈ വ്യക്തിയുടെ കൂടെ. കാരണം ഈ വ്യക്തിയുടെ സ്വഭാവം അത്രയും ഭീകരമായിരുന്നു. എല്ലാം പിടിച്ചടക്കണം, എല്ലായിടത്തും ഞാൻ വിജയക്കൊടി നാട്ടണം എന്ന് വിചാരിച്ചിരുന്ന ഒരു അഹങ്കാരിയായ ഒരു സ്ത്രീയോ പുരുഷനോ ആണിത്. കുറെയൊക്കെ വെട്ടിപ്പിടിച്ചു, പക്ഷെ അവസാനം വന്നപ്പോ ആരുമില്ലാതെയായി. വിജയം മാത്രം പോരല്ലോ, പൈസ മാത്രം പോരാ, അത് ഷെയർ ചെയ്യാനും കൂടി ആരെങ്കിലും ഒക്കെ വേണ്ടേ? ആരുമില്ല. അപ്പോഴാണ് നിങ്ങൾ വന്ന് കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പോകരുത് എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പാസ്റ്റ് നിങ്ങൾ അറിയരുതെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഈ വ്യക്തിയെ വിട്ടുപോയി, ഈ വ്യക്തിയുടെ ഈ സ്വഭാവം കൊണ്ടിട്ട്.
അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണെന്നാണ് ഈ വ്യക്തിക്ക് തോന്നുന്നത്. എന്നാലും വ്യക്തിയുടെ പാസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പേടി വ്യക്തിക്കുണ്ട് കേട്ടോ. അപ്പോ ഇവരുടെ ഉദ്ദേശം എന്താണ്? കണ്ടു നമ്മൾ അവരുടെ ഉദ്ദേശം. ഇവർക്ക് ശരിക്കും നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ് ഭഗവാനെ? ഇവർക്ക് നിങ്ങളുമായിട്ടൊരു ലോങ് ടേം പ്ലാൻ ഉണ്ട്. ഇത് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെന്റക്കിൾസ് ഒരിക്കലും ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടില്ല. ഒരു കാര്യത്തില് പെട്ടെന്ന് തീരുമാനം എടുക്കില്ല. ഒട്ടും ഇമ്പൾസ് അല്ല, വളരെ ഇമ്പൾസീവ് അല്ല, വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആ വ്യക്തിക്ക് വേണം എന്ന് വേണ്ട ആളുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി, ഇത് സക്സസ്ഫുൾ ആകാൻ വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിട്ടാണ് ഈ വ്യക്തി ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. 2 ഓഫ് പെന്റക്കിൾസും 10 ഓഫ് കപ്സും ആണ് വരുന്നത്. ഈ വ്യക്തി ഇമോഷണലി ഹാപ്പി അല്ലെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ വ്യക്തിക്ക് ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാവില്ല. ഈ വ്യക്തിയുടെ മനസ്സിൽ ഇന്ന ഒരാളായിരിക്കണം എന്റെ വ്യക്തി എന്ന് ഈ വ്യക്തി ആഗ്രഹിച്ച് നിങ്ങൾ അതുമായിട്ട് മാച്ച് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളെ മതി എന്നാണ് ഈ വ്യക്തി ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇമോഷണലി ഹാപ്പിനെസ് എനിക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ ഈ വ്യക്തി റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആണെന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം. നല്ല ഉദ്ദേശമാണ്. നിങ്ങൾക്ക് വ്യക്തിയെ വിശ്വസിക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത് കേട്ടോ, പണിയാവും അത്. അപ്പോ നിങ്ങളിൽ നിന്ന് എന്താണ് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നത് ആണ് നമ്മൾ നോക്കുന്നത്. അവസാനത്തെ ചോദ്യം, നിങ്ങളിൽ നിന്ന് ഇവർക്ക് എന്താണ് വേണ്ടത്? ഇവരെ ചൂസ് ചെയ്യണം എന്ന് മാത്രമേ. ഇത് അലൈൻമെന്റിന്റെ കാർഡാണ്. ഇത് 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ചോയ്സ്, ഓപ്പർച്യൂണിറ്റീസ്, ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോ വളരെ ഇത്തിരി ഫേമസ് ആയ, ഇത്തിരി ആൾക്കാർക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ഈ വ്യക്തിയെ ചൂസ് ചെയ്യണം. മറ്റുള്ളവരെ ഉപേക്ഷിച്ചിട്ട് ഈ വ്യക്തിയെ ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. അതുകൊണ്ടാണ് ആ ഓറക്കൽ മെസ്സേജസ് അങ്ങനെ വന്നത്. ഈ വ്യക്തിയെ തന്നെ ചൂസ് ചെയ്യണം. വേറെ ആരെയും വിവാഹം കഴിക്കരുത് ആരുമായിട്ട്. എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങൾ നഷ്ടപ്പെടരുത്, അതാണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ട്രാപ്പ് ചെയ്യണമെന്നല്ല. ഈ വ്യക്തിക്ക് നിങ്ങൾ നഷ്ടമാകാൻ പാടില്ല എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരു സിംഗിൾ മദർ ആയിരിക്കാം, ഡിവോഴ്സി ആയിരിക്കാം, എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാം. നിങ്ങളൊരു സിംഗിൾ മദറോ സിംഗിൾ ഫാദറോ ആയിരിക്കാം. ഈ വ്യക്തി പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ഈ വ്യക്തിയോട് പറയാം. ഈ വ്യക്തി നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ച് പോവില്ല. പക്ഷെ എന്നിരുന്നാലും ഈ വ്യക്തിയുടെ രഹസ്യങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയാൻ പറ്റില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് എന്തും പറയാം. ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല. കാരണം നിങ്ങളെ ജീവിത പങ്കാളിയായിട്ട് ഈ വ്യക്തി ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇത് ക്യാൻസർ, പൈസസ്, സോഡിയാക് സൈൻ ആണ് ഭഗവാനെ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.